നമ്മുടെ കേരളത്തിൽ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെയാണ് കാണാൻ സാധിക്കുക. LDF അതേ നിലപാടാണ് തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത്. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരല്ല പ്രശ്നം, നിലപാടുകളാണ്. അപ്പോൾ വർഗീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം സംഘടനകളെ വിമർശിക്കേണ്ടി വരുന്നത്. ആ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാകുക? മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാകണമെങ്കിൽ ഇവിടെ RSSനെതിരെ പറയാത്തവരായിരിക്കണം ഞങ്ങൾ. RSSനെതിരെ ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന പ്രസ്ഥാനമല്ലേ ഞങ്ങളുടെ പ്രസ്ഥാനം. LDF അതല്ലേ, വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ലേ. മാത്രമല്ല, അവരുടെ ആക്രമണത്തിനിരയായി രക്തസാക്ഷിത്വം ഭരിച്ച അനേക സഖാക്കളല്ലേ ഞങ്ങൾക്കുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയല്ലേ അത്. അപ്പോൾ കാര്യങ്ങൾ വക്രീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്നൊരു പ്രചരണം മാത്രമാണത്. ഞങ്ങൾ ഒരു വർഗീയതയുമായും ബന്ധമുള്ളവരല്ല, എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുന്നവരാണ്, വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്നവരാണ്. വർഗീയതയുമായി ബന്ധപ്പെടുന്നത് നാടിൻ്റെ സ്വൈര്യത്തിനും സമാധാനത്തിനും ഭംഗമുണ്ടാക്കുമെന്ന് കാണുന്നവരാണ് ഞങ്ങൾ. ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ നമുക്ക് സ്വീകരിച്ച് പോകാനാവണം. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ രാജ്യങ്ങളിൽ പ്രവർത്തിയെടുക്കുന്നത്. അവരിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട്, വലിയ അസ്വസ്ഥത എല്ലാവരിലുമുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഈദിൻ്റെ ഭാഗമായിട്ട് തന്നെ പലർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആവശ്യത്തിന് വിമാനമില്ല, യാത്രാ സൗകര്യമില്ല. യാത്രാ സൗകര്യം ഒരുക്കുന്നതിലും ജനങ്ങളുടെ ആനുപാതികമായ തോതിലുള്ള വിമാന സൗകര്യം ഇവിടത്തേക്ക് ഏർപ്പെടുത്തുന്നില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ ശുഷ്കാന്തി കാണിക്കേണ്ടതുണ്ട്, നല്ല രീതിയിൽ ഇടപെടേണ്ടതുണ്ട്. കേരളം വളരെ ശക്തമായിട്ട് തന്നെ ഇതിൽ പ്രതികരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് പലവട്ടം എഴുതിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യവും കിട്ടിയില്ല എന്നുള്ളതാണ് അനുഭവം. കേരളത്തോട് ഒരു പ്രത്യേക തരത്തിലുള്ള മനോഭാവം കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ അനുഭവം. ഫ്ലഡിൻ്റെ കാര്യമായാലും അത് അവസാനത്തെ വയനാടിൻ്റെ ദുരന്തം വരെയുള്ള കാര്യങ്ങളെടുത്താൽ ഒരു കാര്യത്തിനും സഹായം ഉണ്ടായില്ല. നമുക്ക് അനുവദിക്കേണ്ട നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വരുത്തി. സാധാരണഗതിയിൽ 2.5% ജനസംഖ്യ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് 1.9% നികുതി വിഹിതമുള്ളൂ. യഥാർത്ഥത്തിൽ അതിൽ കുറവാണ്. ജനസംഖ്യാനുപാതികമായെങ്കിലും നികുതി വിഹിതം നൽകേണ്ടതാണ്. നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ട വായ്പാ സൗകര്യം, ആ വായ്പാ സൗകര്യം നിഷേധിക്കുന്ന നിലയാണ്. എല്ലാ തരത്തിലും സാമ്പത്തികമായി ഞെരുക്കുക, ശ്വാസം മുട്ടിക്കുക, ഒരു സാമ്പത്തിക ഉപരോധം കേരളത്തിനെതിരെ ഉണ്ടാക്കുക, ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ കേരളത്തിന് ന്യായമായും അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, എയിംസ് പോലുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഞങ്ങളുടെ അനുഭവം. ശബരിമലയുടെ കേസുമായി ബന്ധപ്പെട്ട് SIT അന്വേഷിക്കണമെന്ന് പറഞ്ഞത് തന്നെ ഗവൺമെൻറ്റാണ്. നല്ല പിന്തുണയാണ് SITക്ക് ഗവൺമെൻറ് നൽകി വരുന്നത്. അതിൽ പൂർണ്ണ തൃപ്തി ഹൈക്കോർട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കോർട്ട് തന്നെ പരസ്യമായി വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്, ഒരു ബാഹ്യശക്തിയുടെയും ഇടപെടലില്ല. ഇത് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. അപ്പോൾ നല്ല നിലക്ക് അന്വേഷണം നടക്കുന്നു എന്ന് തന്നെ അതിലൂടെ വ്യക്തമാണ്. ഞങ്ങൾ കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നില്ല. കുറ്റവാളികൾക്കെതിരെ കർക്കശ നിലപാടുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേസിൽപ്പെട്ടയാൾ ജയിലിൽ കഴിയുന്ന സമയത്ത് ചാർജ് ഷീറ്റ് വന്നിട്ടില്ല, അതിന് മുൻപിൽ നടപടിയിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല.
എന്നാൽ പിന്നീട് ജാമ്യം കിട്ടിയപ്പോൾ പാർട്ടിയുടെ തീരുമാനം വന്നു, ഈ ബന്ധപ്പെട്ട വ്യക്തി പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന സമീപനം സ്വീകരിച്ചു. ബാക്കി കാര്യങ്ങൾ വിശദീകരണം ചോദിക്കലും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ അക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.